ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വീട്ടിലെപ്പോഴും സാധാരണ ഉണ്ടാകുന്ന പച്ചക്കറികളൊക്കെ വെച്ചിട്ടൊരു കട്ട്ലേറ്റാണ് തയ്യാറാക്കുന്നത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തെടുത്തത്. ഇനി അതിലേക്ക് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തെടുക്കാം. ഇനി മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്തെടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. ഇനി എരിവിനായി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ക്യാരറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ക്യാരറ്റ് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്തെടുക്കുന്നത്. ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ചേർത്തെടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ചേർത്താൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 10 കട്ട്ലേറ്റിനുള്ള മസാലയാണ് റെഡിയാക്കിയിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. മസാലക്കൂട്ടിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. കൈ കൊണ്ട് ഷേപ്പാക്കി എടുത്താലും മതി. അപ്പോൾ അത് എല്ലാത്തും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 മുട്ട കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രബ്സിലിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് ഓരോന്നായി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വെജിറ്റബിൾസ് കൊണ്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.